ഹാമിൽട്ടൺ തട്ടിക്കൂട്ട് തിയേറ്റേഴ്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വന്നോണം നിന്നോണം പൊക്കോണം. കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം. മൂർച്ചയേറിയ സംഭാഷണ ശരങ്ങൾ നിങ്ങളുടെ മാറിടത്തെ കീറിമുറിക്കുവാൻ സാധ്യതയുള്ളതുകൊണ്ട് ആദ്യത്തെ 3 നിരയിൽ സ്ത്രീകളും കുട്ടികളും ദയവായി ഇരിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. കമ്മിറ്റിക്കാരൻ സുഗണനോട് ഒരപേക്ഷ. ഇപ്പോൾ പൊട്ടിച്ച ഫുൾ ബോട്ടിൽ നിന്നും ഞങ്ങൾ ഓരോ പെഗയെ അടിച്ചിട്ടുള്ളൂ. മറ്റൊരു സുപ്രധാന അറിയിപ്പ്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടായിരിക്കുന്നത് വരെ മറ്റൊരറിയിപ്പ് ഉണ്ടായിരിക്കുന്നതല്ല. ഞങ്ങൾ ആരംഭിക്കട്ടെ. ഈ സമയം പോണൊരു പോക്കേ. ഏത് നേരത്താണോ ഈ ഓണക്കമ്മിറ്റിയുടെ കൺവീനർ സ്ഥാനം ഏറ്റെടുത്തത്? ഈ കമ്മിറ്റിക്കാരൻ ഉൽപ്ലാഷൻ ഇവൻ എവിടെ പോയി കിടക്കുകയാണാവോ? മഹാബലിയെ കൊണ്ടുവരാൻ പാതാളത്തിലേക്ക് പോയ ആ പ്രസിഡന്റിനെ കാണാനില്ല. എടാ ഉൽപ്ലാക്ഷ, എടാ ഉൽപ്രാഷ, നീ ഇത്ര നേരം എവിടെ പോയി കിടക്കായിരുന്നു? എടാ സുഗുണ, ഞാൻ ആ തിരുവാതിരക്കാരുടെ ഇടയിൽ പോയി അവരുടെ പ്രാക്ടീസൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കുമായിരുന്നു. എടാ, നിനക്ക് ഈ പെണ്ണുങ്ങളുടെ ഇടയിൽ കിടന്നുള്ള ഈ ചുറ്റിക്കളി ഒന്ന് നിർത്തിക്കൂടെ? കല്യാണം കഴിഞ്ഞ് 3-4 പിള്ളേരുമായി. പിന്നെ പരിപാടി തുടങ്ങാൻ സമയമായി. കഴിഞ്ഞ വർഷത്തെ പോലെ അലമ്പാവരുത്. എല്ലാം ഓക്കെ ആണല്ലോ അല്ലേ? എൻ്റെ അമ്മോ, അത് ഓർക്കുമ്പോൾ ചങ്കി കല്ല. എല്ലാവർക്കും മൂത്രത്തിലെ കല്ല്, യവന് ചങ്കിലാണ് കല്ല്. ഒരു തമാശ. എൻ്റെ സുഗുണ, ടെൻഷൻ കൊണ്ട് എൻ്റെ കൈയും കാലും വിറയ്ക്കുക. നീ ഇങ്ങോട്ട് വന്നേ. നിനക്ക് ടെൻഷൻ ഉണ്ടാ? നിന്റെ കൈ വിറയ്ക്കുന്നുണ്ടാ? ആ പ്രസിഡന്റിന്റെ മുറിയിലേ ദിപ്പ പൊട്ടിച്ചൊരു കുപ്പിയിരിപ്പുണ്ട്, നമ്മുടെ സമാജം ബ്രാൻഡ്. നീ പോയിട്ട് 2 അടിച്ചിട്ട് ഇങ്ങോട്ട് പോരെ, നിന്റെ എല്ലാ പ്രശ്നവും ശരിയാവും. ഓക്കേ. എടാ സുഗുണ, നീയും കൂടെ അവിടെ ഒരു ധൈര്യത്തിന്. ഞാൻ 2 അടിച്ചിട്ട് നിൽക്കുക, നീ പോയിട്ട് വാ. അയ്യോ ആശാനെ, പണി പാളിന്നാ തോന്നേ. 2 വരുന്നുണ്ട്, കൂടെ അമ്പാനും. പാറക്കട്ടപ്പച്ചി, ആ 2 വരുന്നതേ വെടിവെക്കാനാ. വെടിവെക്കാനോ? ഓ, ഇവനെ കൊണ്ട് ഈട അങ്ങേരെ ഒരു പഴയ തോക്ക് മേടിച്ചിട്ടുണ്ട്. അത് എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ടൊന്ന് പൊട്ടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ വരവ്. മോനെ, രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ അണ്ണാ റെഡി. ഒന്ന് പൊട്ടിക്കാൻ പാടേ. അന്ന് സ്റ്റക്കായി തോന്നണ്ണ, യൂസ് ചെയ്യാത്തോണ്ടേ. എടാ മോനെ, ഞാൻ വേറെ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? ശ്രദ്ധിക്കുന്നുണ്ട് അണ്ണ. എടാ മോനെ, പേടിച്ചു പോയോ? ഇത് ചുമ്മാ. അപ്പോൾ ഞാൻ പോയിട്ട് തിരിച്ചു വരും മഹാബലിയെ കാണാൻ. അമ്പാൻ, നമ്മുടെ തീം മ്യൂസിക് ഇട്ടോ. കരിങ്കാലിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുതാരികച്ചോരയിൽ നീരാട്. അപ്പൊ ആശാനെ, ഈ മഹാബലി വരില്ലേ?
ബലിയെ കൊണ്ടുവരാൻ പോയിരിക്കുന്നത് ആരാ? നമ്മുടെ പ്രസിഡന്റ് സാക്ഷാൽ സിജി ജി. അതെന്താ ആശാനെ സിജി കഴിഞ്ഞൊരു ജി? പറഞ്ഞു തരാം. എടാ, ഇന്ത്യയുടെ ഉരുക്കു വനിത ഇന്ദിരാഗാന്ധിയെ വിളിക്കുന്നത് എന്താ? ഇന്ദിരാജി. ഓ, പിടികിട്ടി. അപ്പൊ ഹാമിൽട്ടണിലെ ഉരുക്കു വനിതയാണ് നമ്മുടെ പ്രസിഡന്റ് അല്ലേ? ഉരുക്കല്ലടാ, അതുക്കും മേലെ. അതാണ് നമ്മുടെ പ്രസിഡന്റ് സിജി ജി. ആ വരുന്ന വരവ് കണ്ടോ? Raha kiliki pipi filifi jivla kroiki unodu nomu o chao damba bugo kiliki മാന്യ സദസ്സിന് സാദരം കൂപ്പുകൈ. അരി 10 കിലോ, ഉഴുന്ന് 5 കിലോ, എത്തക്ക 3 കിലോ. ഈ പ്രസിഡന്റ് തന്നെ പറയണേ. അയ്യോ, സ്വാഗത പ്രസംഗം അല്ലേ? അയ്യേ, പേപ്പർ മാറിപ്പോയി. ഇതാ കഴിഞ്ഞ തട്ടുകടയുടെ ബില്ലാന്നേ. അല്ല പ്രസിഡന്റ്, മഹാബലി വന്നില്ലേ? ഓ, ഒരുപാട് കഷ്ടപ്പാടിലൂടെ പാതാളത്തിൽ ചെന്ന് മഹാബലി എവിടെ കൊണ്ടുവന്ന് ഇപ്പം റെസ്റ്റ് റൂമിൽ ഇരുത്തിയിരിക്കുക. റെസ്റ്റ് റൂമിലോ? ബലിയുടെ വയറിന് എന്തെങ്കിലും കുഴപ്പം പറ്റിയോ? ഓ, അതൊന്നുമല്ല, മഹാബലിയെ റെസ്റ്റ് എടുക്കുവാൻ റൂമിൽ കൊണ്ടിരുത്തിയിരിക്കുകയാണെന്ന്. ഓ, അങ്ങനെ. പിന്നെ എങ്ങനെയുണ്ട് എൻ്റെ ഒരു ലുക്ക്? ഇപ്പൊ പ്രസിഡന്റിനെ കണ്ടാൽ പറഞ്ഞോളൂ. ഓ, ഒരു 25-28. കുറച്ചുകൂടെ പുട്ടിയൊക്കെ ഇടുവായിരുന്നെങ്കിൽ നമുക്കൊരു മധുര 17 കൊണ്ട് നിർത്തായിരുന്നു. പുട്ടിക്കൊക്കെ ഒരു പരിധിയില്ലടേ. ഇത് പുട്ടിയൊന്നുമല്ല, എനിക്കൊട്ടും ബ്രൂട്ടീഷിന്റെ ആവശ്യവും ഇല്ല. ഇതല്ല, നാച്ചുറലാ. ഒന്ന് നോക്കട്ടെ. എക്സ്ക്യൂസ് മീ, നോ ടച്ചിങ്. ആ, പിന്നെ പരിപാടികളൊക്കെ എവിടം വരെയായി? എവിടെയാ നമ്മുടെ ഹാങ്കർ? ഹാങ്കറോ? ഹാങ്കർ വീട്ടിൽ ഇഷ്ടം പോലെ ക്ലോസറ്റിൽ കിടക്കുന്നു. പ്രസിഡന്റിന് എത്രണ്ണം വേണം? ഓ, ആ ഹാങ്കർ അല്ല, ഈ പരിപാടികൾക്കൊക്കെ വിളിച്ചു പറയുന്ന ഹാങ്കർ ഇല്ലേ, ആ ഹാങ്കർ. ഓ, ആങ്കർ. ഇത്തവണ നമ്മുടെ ആങ്കർ യൂട്യൂബിലും ഇൻസ്റ്റയിലും സ്വന്തമായി ബ്യൂട്ടി ചാനലുള്ള ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള ഒരു അതുല്യ കലാകാരി. ഞാൻ നിങ്ങളുടെ എല്ലാ വീഡിയോസും കാണാറുണ്ട്. ഒരു കട്ട ഫാനാണ് ഞാൻ. ഞങ്ങളും ഫാൻസ് ആണ്. താങ്ക് യു. ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ ബ്യൂട്ടി ആൻഡ് ഫാഷൻ ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം കുറേ ഫോളോവേഴ്സ് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് റിക്വസ്റ്റ് ചെയ്തു എൻ്റെ ഈ ബ്യൂട്ടിയെ പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ഗായ്സ്, ദ വെയിറ്റ് ഈസ് ഓവർ. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നല്ല തണുത്ത ഒരു പ്രഭാതം. പ്രഭാതോ? അപ്പൊ ഈവനിങ് അല്ലേ? പുറത്ത് നല്ല ചാറ്റൽ മഴ. മഴയോ? എവിടെ? ഓ, എന്റെ പൊന്നു ചേട്ടന്മാരെ, ഞാൻ ഈ വീഡിയോ ഒന്ന് ചെയ്ത് തീർത്തോട്ടെ. വീഡിയോക്ക് ഒരു ഗുമ്മ കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് കയ്യിൽ നിന്നൊക്കെ ഇട്ടു തന്നേ. ഓക്കെ, ഹായ് ഗായ്സ്. മുഖസൗന്ദര്യം ഇന്ന് ഏവരുടെയും ഉറക്കം കെടുത്തുന്ന ഒരു പ്രോബ്ലം അല്ലേ? സുന്ദരനും സുന്ദരിയും ആകാൻ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ഇടയിൽ? ആരുമില്ല അല്ലേ? സുന്ദരൻ നീയും സുന്ദരി ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. ഈ തിരുവോണ നാളിൽ നിങ്ങളുടെ മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ഫേസ് പാക്ക് ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ബ്ലാക്ക് പെപ്പർ ജിഞ്ചർ പപ്പായ ഫേസ് പാക്ക്. ഇതുണ്ടാക്കാനേ
വളരെ ഈസിയാണ്. ഈക്വൽ എമൗണ്ട് ഓഫ് ബ്ലാക്ക് പെപ്പർ, ജിഞ്ചർ, പപ്പായ നന്നായി ചതച്ച് ഇങ്ങനെ മുഖത്തേക്കിട്ട് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴുകിക്കളഞ്ഞാൽ നിങ്ങളുടെ സൗന്ദര്യം വച്ചടി അങ്ങ് കയറും. ബ്ലാക്ക് പെപ്പറോ? അപ്പൊ എരിയില്ലേ? കുറച്ച് എരിഞ്ഞാൽ എന്താ, ബ്ലാക്ക് പെപ്പർ ക്യാൻ ചേഞ്ച് യുവർ ബ്യൂട്ടി. നോ പെയിൻ നോ ഗെയിൻ. അപ്പോൾ സൗന്ദര്യം എസ്കലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഈ ഫേസ് പാക്ക് ഉപയോഗിക്കാം. ഉപയോഗിച്ചതിന് ശേഷം എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പൊങ്കാലയിടാനും മറക്കരുത്. അപ്പോൾ ഗൈസ്, എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അതിനു മുൻപ് പതിവ് പോലെ ഒരു ചോദ്യം. ഇപ്പോൾ ആരോടാ ചോദിക്കുക? ചേട്ടനോട് തന്നെ ചോദിക്കാം. ഓണത്തെക്കുറിച്ച് ഒരു 3 വാക്ക് പെട്ടെന്ന്, വളരെ പെട്ടെന്ന് പറയണം. ഓണത്തെക്കുറിച്ച് 3 വാക്ക് അല്ലേ? ഇതാ പിടിച്ചു. വന്നോണം, നിന്നോണം, പൊക്കോണം. വന്നോണം, നിന്നോണം, പൊക്കോണം. ഐ ലവ് ഇറ്റ്. ചേട്ടൻ പുലിയാട്ടോ. അയ്യോ, പോകല്ലേ. എനിക്കൊരാഗ്രഹമുണ്ട്. മാഡത്തിന്റെ കൂടെ റീൽസ് ചെയ്ത് എനിക്ക് ഒന്ന് വൈറലാകണം. ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം പ്രസിഡന്റ്. മാവേലി ഒന്ന് വന്നോട്ടെ, നമുക്കൊരു അടിപൊളി റീൽ ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ ഗൈസ്. ആരാടാ ഇവിടുത്തെ പ്രസിഡന്റ്? എടാ പ്രസിഡന്റേ. അയ്യോ, ആരാ അത്? ഇവിടെ ഉള്ളവനല്ല, അവനെ വരുത്തനാ. 1000 കിനാക്കളാൽ കുരുന്നു കൂടുമേഞ്ഞിരുന്നു മോഹം. തരത്തര തരത്തര തരത്തരാരരാരരാരരാര. കൊളുത്തിയും കെടുത്തിയും പ്രതീക്ഷകൾ വിളക്കുവെച്ചു മോഹം. തരത്തര തരത്തര തരത്തരാരരാരരാര. ആരാടാ പ്രസിഡന്റ്? In this house of Hamilton Malayali Samajam, you will not see any minute of the today. ഇറങ്ങിപ്പോടേ. മാന്യന്മാരിയ്ക്കുന്ന സദസ്സായത്. മാന്യന്മാരോ? ഞാനിവിടെ ഒരു മാന്യനെയും കണ്ടില്ലല്ലോടി. എടോ, ഇവിടെ കയറി വന്ന് ഇതൊക്കെ പറയാൻ താൻ ആരോടോ? ഞാൻ ആരാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ഞൊട്ടും. താൻ പറ, താൻ ആരുവാ? അതെ, ഇന്നത്തെ ഈ പരിപാടിയുടെ മെഗാ സ്പോൺസർ ആരാ? അതാർക്കറിയാൻ മേലാത്തത്? അത് നമ്മുടെ റിയൽറ്റർ ജിതിൻ ദാസ് ആണല്ലോ. ആ ജിതിന്റെ അമ്മാവനാ ഞാൻ. ഒരേ ഒരു അമ്മാവൻ. ഓ, ഇവ മാന്യന്മാരെ ആക്ഷേപിക്കാൻ തന്നെ വന്നിരിക്കുക. നിന്നെ ഞാൻ പോതല്ലേ, നിങ്ങളങ്ങ് ഒലത്തും. എന്റെ മരുമകൻ നിങ്ങൾ ചോദിച്ചപ്പം ആട്ടും കാട്ടും ഒന്നും അല്ലല്ലോ അങ്ങ് എണ്ണി തന്നെ. ഡോളേഴ്സ്, ഐ മീൻ കനേഡിയൻ ഡോളേഴ്സ്. തള്ളയോ? ഇവന് ഇവിടെ നിന്ന് ഇറക്കി വിടുവാൻ ആരുമില്ല ഇവിടെ. സെക്യൂരിറ്റി. പ്രസിഡന്റേ, ഒന്നും കൂടി ആലോചിച്ചിട്ട് മതി സെക്യൂരിറ്റിനെ വിളിക്കാൻ. ജിതിൻ പകുതി പൈസയെ തന്നിട്ടുള്ളൂ. ഇവനിട്ടൊരു പണി വെച്ച് കൊടുക്കണം. ഈ പ്രസിഡന്റ് ആരാണെന്ന് ഇപ്പൊ കാണിച്ചു തരാം. വേണ്ട പ്രസിഡന്റ്, വേണ്ട. നാറ്റ കേസാവും. ഇത് ഞങ്ങൾ ഹാൻഡിൽ ചെയ്തോളാം. എടോ, താൻ പറ, തനിക്കിപ്പോ എന്തോ വേണം? എനിക്കൊരു പാട്ട് പാടണം. പാട്ട് പാടി കഴിഞ്ഞാൽ ആ നിമിഷം ഇവിടെ നിന്ന് വിട്ടേക്കണം. ഓക്കെ, നോ പ്രോബ്ലം. എന്നാ പെട്ടെന്ന് പാടിക്കോ. സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധകരെ, ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. രാമ ശ്രീരാമ കൂടെ വരുന്നു ഞാൻ, നീ പോവും വഴിയെല്ലാം ഈ സീത വരും കൂടെ. രാമ ശ്രീരാമ കൂടെ വരുന്നു ഞാൻ, നീ പോവും വഴിയെല്ലാം ഈ സീത വരും കൂടെ. ദേ
പ്രിയമാളോരെ, നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ ഓണാശംസകൾ. ഒരിക്കൽ കൂടി നിങ്ങളെ എല്ലാവരെയും ഒന്ന് കാണുവാൻ കഴിഞ്ഞതിൽ നാം അതീവ സന്തോഷവാനാണ്. തിരുമേനിക്ക് ഞങ്ങളുടെ ഓണസദ്യയൊക്കെ ഇഷ്ടപ്പെട്ടോ ആവോ? ഓണസദ്യ സുഭാഷ്. പിന്നെ സാമ്പാറിൽ മുരിങ്ങാക്കോലിന്റെ നീളം ഇത്തിരി കുറഞ്ഞു പോയോ എന്നൊരു സങ്കേതം. അത് പിന്നെ തമ്പുരാനെ, ഈ ഇൻഫ്ലമേഷൻ ആയതുകൊണ്ട് എല്ലാത്തിൻ്റെയും നീളം അങ്ങ് കുറഞ്ഞുകൊണ്ടിരിക്കുക. ഓ, ഇക്കണക്കിന് പോയാ അടുത്ത വർഷം നാം വരുമ്പോ സാമ്പാറിൽ കഷ്ണങ്ങളൊന്നും കാണില്ല അല്ലേ? ഉവ്വാ, തമ്പുരാൻ ഞങ്ങളുടെ ക്രിക്കറ്റ് ഗ്രൗണ്ടൊക്കെ ചുറ്റും നടന്ന് കണ്ടോ ആവോ? ഓണസദ്യ കഴിഞ്ഞപ്പോ നമ്മുടെ കുംഭ അങ്ങോട്ട് വല്ലാണ്ട് വീർത്തു. അപ്പോൾ നാം നിങ്ങളുടെ ക്രിക്കറ്റ് ഗ്രൗണ്ടിലൂടെ ഒന്ന് ഉലാത്തി 1-2 ബോളും എറിഞ്ഞു നോക്കി. പിച്ച് അത്ര പോരാ, നമ്മുടെ ബോൾസ് അങ്ങോട്ട് ബൗൺസ് ചെയ്യുന്നില്ല. ആ പിന്നെ ആ ഗ്രൗണ്ടിന് ചുറ്റും റിയൽറ്റേഴ്സിന്റെ പരസ്യവും ഫ്ലെക്സും ആണല്ലോ. അത്രയ്ക്ക് റിയൽറ്റേഴ്സ് ഉണ്ടോ നിങ്ങളുടെ ഇടയിൽ? എൻ്റെ പൊന്ന് വാവേലി, 3 മലയാളികൾ കൂടുന്നിടത്ത് ഒരുത്തൻ കോട്ടിട്ടിരിപ്പുണ്ടെങ്കിൽ അവൻ റിയൽട്ടർ ആയിരിക്കും. ഓ, പിന്നെ നാം നിങ്ങളുടെ പ്രോഗ്രാമൊക്കെ സ്ഥിരമായി യൂട്യൂബിൽ കാണാറുണ്ട്. പിള്ളേരുടെ ഡാൻസും പാട്ടും വളരെ കേമം. പിന്നെ ഇവിടെ ഒരുത്തൻ ഉണ്ടല്ലോ, സ്ഥിരം രാജാവേഷം കെട്ടി ഓണസ്കിറ്റുമായി വരുന്ന അവൻ എൻ്റെ കൈയെ കെട്ടിയ അമ്മച്ചിയാണ് സത്യം. അവൻ്റെ കൈയും കാലും തല്ലി ഞാൻ ഓടിക്കും. എന്തൊരു വെറുപ്പിക്കലാണ് അവൻ. അപ്പൊ മഹാബലിക്ക് എന്ത് തരം സ്കിറ്റാണാവോ ഇഷ്ടം? നമുക്ക് നല്ല കഥാപാത്രങ്ങളെ ഇങ്ങനെ ഈ സ്റ്റേജിൽ അഭിനയിച്ച് കാണിക്കുന്നത് വളരെ ഇഷ്ടമാണ്. ഫോർ എക്സാമ്പിൾ, വടക്കം വീരഗാഥയിലെ അവനുണ്ടല്ലോ ചന്തു. പക്ഷെ അതിന് പറ്റിയ കലാകാരന്മാരൊന്നും നിങ്ങളുടെ ഇടയിലില്ല. പിന്നെ പറഞ്ഞിട്ടെന്ത് കാര്യം? തമ്പുരാൻ അങ്ങനെ പറയരുത്. അതിനു പറ്റിയ കലാകാരന്മാർ ഞങ്ങളുടെ ഹാമിൽട്ടണിലുണ്ട്. എടാ മോനെ, കാണിച്ചു കൊടുക്കടാ ചന്തുനെ. കളരി വിളക്ക് തെളിഞ്ഞതാണോ, കൊന്നമരം പൂത്തുലഞ്ഞതാണോ, കളരി വിളക്ക് തെളിഞ്ഞതാണോ, കൊന്നമരം പൂത്തുലഞ്ഞതാണോ, മാനത്തു നിന്നാനും വന്നതാണോ, മാനത്തു നിന്നാനും വന്നതാണോ, കുന്നത്തു സൂര്യൻ ഉദിച്ചതാണോ, കുന്നത്തു സൂര്യൻ ഉദിച്ചതാണോ. ഞങ്ങൾ ചന്തുച്ചേവരുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ വന്നവരാണ്. വീട് ഏത് മക്കളെ? പുത്തൂരം വീട്. ചതിയൻ ചന്തുവിന്റെ കൊടും ക്രൂരതകളെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം? ആവശ്യത്തിലേറെ. ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വളക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു. മാറ്റം ചുരിക ചോദിച്ചപ്പോൾ മറന്നുപോയെന്ന് കളവ് പറഞ്ഞവൻ ചന്തു. മടിയിൽ അങ്കത്തളച്ചുകൂടെ കിടക്കുന്ന വീരന്റെ വയറ്റിൽ കുത്തുവിളക്കിന്റെ തണ്ട് താഴ്ത്തി മാറ്റാൻ കൂട്ടത്തിലേക്ക് ചാടി രക്ഷപ്പെട്ടവൻ ചന്തു. കൊടുഞ്ചതികൾ പിന്നെ എന്തൊക്കെ പാടി നടക്കുന്നുണ്ട് പാണർ നിങ്ങളുടെ നാട്ടിൽ? ഇതോ അംഗം. ചെറുബാല്യം വിടാത്ത കുട്ടികളുടെ കളിക്ക് തൊടുക്കാൻ കൂടെ നിന്നതോ അംഗം.
പന്തിപ്പഴുത് കണ്ടപ്പോഴൊക്കെ പരിചയ്ക്ക് വെട്ടിയൊഴിഞ്ഞതാണെന്നറിയാനുള്ള പഠിപ്പെങ്കിലും തികഞ്ഞില്ലേ മക്കളെ നിങ്ങൾ? ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. ജീവിതത്തിൽ ചന്തുവിനെ തോൽപ്പിച്ചിട്ടുണ്ട് പലരും പലവട്ടം. ഒന്നിനും പണത്തിനും ഒപ്പിച്ച് സ്നേഹം തൂക്കി നോക്കിയപ്പോ മോഹിച്ച പെണ്ണു എന്നെ തോൽപ്പിച്ചു. അവസാനം സത്യം വിശ്വസിക്കാത്ത ചെങ്ങാതിയും തോൽപ്പിച്ചു. തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം പിന്നെയും ബാക്കി. മടങ്ങിപ്പോ. ആരോമലുടെ മകനും മരുമകനും നാണം കിട്ടു പറയാൻ വന്നവരല്ല. അംഗമുറ കൊണ്ടും ആയുധബലം കൊണ്ടും ചതിയൻ ചന്തുവിനെ തോൽപ്പിക്കാൻ ആണായി പിറന്നവരിൽ ആരുമില്ല. മടങ്ങിപ്പോ. കൊല്ലുന്നെങ്കിൽ കൊല്ല്. നേരിട്ട് വെട്ടി മാനത്തോടെ മരിക്കാനും ഒരുങ്ങി തന്നെയാണ് ഉണ്ണിയാർച്ചയുടെ മകൻ വന്നത്. ആയുധമെടുക്ക്. നിങ്ങൾ തോൽക്കരുത് മക്കളെ, തോൽക്കരുത്. ചതിയൻ ചന്തുവിന്റെ ചരിതം ഇവിടെ കഴിയട്ടെ. ഗുരുവേ. അതെ മാവേലി, എങ്ങനെയുണ്ട് ഞങ്ങളുടെ ചന്തു? കലക്കി പൊളിച്ചു, ഒന്നും പറയാനില്ല. പിന്നെ മഹാബലി ഞങ്ങൾ ഹാമിൽട്ടൺകാരെ കുറിച്ച് എന്താ വിചാരിച്ചു?